ഹായ് ഫ്രണ്ട്സ്, സിംഗിൾ ബാൻഡ് റൗട്ടറുകളും ഡുവൽ ബാൻഡ് റൗട്ടറുകളും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതായത് ഇപ്പോൾ നമ്മൾ ഒരു ബ്രോഡ്ബാൻഡ് കസ്റ്റമറാണ്, നമ്മൾ ബ്രോഡ്ബാൻഡ് ഉപയോഗിക്കുന്ന ഒരാളാണെങ്കിൽ നമ്മുടെ ബ്രോഡ്ബാൻഡ് ഓഫീസിൽ നിന്നും, ഇപ്പോൾ ഏഷ്യാനെറ്റ് ആവാം, ജിയോ ആവാം, എയർടെൽ ആവാം, ആ ഓഫീസിൽ നിന്ന് നമ്മൾ വിളിച്ചിട്ട് നമ്മൾ സംസാരിച്ചിട്ടുണ്ടാവും. നിങ്ങൾക്ക് ഡുവൽ ബാൻഡ് ONU അല്ലെങ്കിൽ ഡുവൽ ബാൻഡ് മോഡം അപ്ഗ്രേഡ് ചെയ്യാൻ താല്പര്യമുണ്ടോ? അങ്ങനെയാണെങ്കിൽ കുറച്ച് പൈസ, ഒരു 500 രൂപ, 1000 രൂപ അല്ലെങ്കിൽ 1500 രൂപ അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഡ്യുവൽ ബാൻഡ് കണക്ഷൻ കിട്ടും. അപ്പോൾ അത് നിങ്ങൾക്ക് കൂടുതൽ സ്പീഡ് കിട്ടും, കൂടുതൽ റേഞ്ച് കിട്ടും. അപ്പോൾ ഇത്രയും പൈസ അടച്ചാൽ മതി, നിങ്ങൾക്കൊരു ഡ്യുവൽ ബാൻഡ് റൗട്ടർ കിട്ടും എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് പലവർക്കും ആ ഒരു കോള് കിട്ടിയിട്ടുണ്ടാവാം. നിങ്ങളുടെ ബ്രോഡ്ബാൻഡ് സർവീസ് പ്രൊവൈഡറിൻ്റെ അടുത്ത് നിന്ന് ആ ഒരു കോള് കിട്ടിയിട്ടുണ്ടാവാം. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആ ഒരു ഡ്യുവൽ ബാൻഡ് എടുത്തു കഴിഞ്ഞിട്ട് കുറച്ച് പേർക്ക് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. അതായത് കസ്റ്റമേഴ്സിന് വരുന്ന കോമൺ ആയിട്ട് കണ്ടുവരുന്ന കുറച്ച് പ്രശ്നങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. ആദ്യം തന്നെ ഈ ഡ്യുവൽ ബാൻഡ് നമുക്ക് വേണോ, അതായത് കസ്റ്റമർക്ക് വേണോ എന്ന് ചോദിക്കുന്ന ഈ കസ്റ്റമർ എക്സിക്യൂട്ടീവ്, അവർക്കും ഈ ഒരു ഡ്യുവൽ ബാൻഡിനെ കുറിച്ച് ഇത്ര വലിയൊരു ഗ്രാഹ്യം ഉണ്ടാവണം എന്നില്ല. കാരണം അവരും പറയണത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡ്യുവൽ ബാൻഡ് 4 ആന്റിനിയാണ്, അല്ലെങ്കിൽ 2 ആന്റിനി ഉണ്ടായിരുന്നുള്ളൂ സിംഗിൾ ബാൻഡിനെങ്കിൽ ഇത് 4 ആന്റിനിയുള്ള മോഡമാണ് മാഡം, അല്ലെങ്കിൽ റേഞ്ച് കുറേ കിട്ടും സാറിന്, ആ ഒരു എൻറ്റയർ വീട് മൊത്തത്തിൽ കിട്ടും, അല്ലെങ്കിൽ പുറത്തും കിട്ടും, കാർ പോർച്ചിലും കിട്ടും. അത്രയധികം റേഞ്ച് കവറേജ് കൂട്ടാനൊക്കെ ഈ ഡ്യുവൽ ബാൻഡ്, സിംഗിൾ ബാൻഡിൻ്റെ ഇരട്ടി റേഞ്ച് ഡ്യുവൽ ബാൻഡ് തരും എന്നൊക്കെ ആയിരിക്കും നമ്മുടെ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ശ്രദ്ധിക്കുക, നിങ്ങളൊരു ടെക്നീഷ്യൻ ആണെങ്കിൽ ഇത് ആദ്യമേ കസ്റ്റമറെ പറഞ്ഞ് മനസ്സിലാക്കുക. അതുപോലെ തന്നെ നിങ്ങളൊരു എക്സിക്യൂട്ടീവ് ആണെങ്കിലും നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക, ഡ്യുവൽ ബാൻഡ് വെക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് എന്താണ് സിംഗിൾ ബാൻഡ്, എന്താണ് ഡ്യുവൽ ബാൻഡ് എന്ന് മനസ്സിലാക്കുക. സിംഗിൾ ബാൻഡ് എന്ന് പറഞ്ഞാൽ 2.4 GHz ഫ്രീക്വൻസിയിൽ 2.4 GHz ഫ്രീക്വൻസിയിൽ വരുന്ന വൈഫൈ ബാൻഡ് വിത്ത് ആണ് സിംഗിൾ ബാൻഡ് എന്ന് പറയുന്നത്. അതിന് കൂടുതൽ ദൂരം സഞ്ചരിക്കാൻ സാധിക്കുന്നത്, വൈഫൈ സിഗ്നൽ കൂടുതൽ ദൂരം കിട്ടുന്നത് 2.4-നായിരിക്കും. അതായത് സിംഗിൾ ബാൻഡിനായിരിക്കും ഏറ്റവും കൂടുതൽ ദൂരം വൈഫൈ സിഗ്നൽ സഞ്ചരിക്കാൻ സാധിക്കുന്നത് 2.4-നായിരിക്കും. എന്നാൽ 5 GHz 5G വൈഫൈയിൽ നമുക്ക് സ്പീഡ് ഒരുപാട് കിട്ടും. അതായത് സ്പീഡ് 2.4-നേക്കാൾ നേരെ ഇരട്ടിയോ അതിലധികമോ കിട്ടും. എന്നാൽ അതിനെ 2.4-നെ അപേക്ഷിച്ച് 5Gയുടെ റേഞ്ച് വളരെ ചെറുതായിരിക്കും, വളരെ കുറഞ്ഞ ഏരിയയിലായിരിക്കും ലഭിക്കുന്നത്. ഇത്ര മീറ്റേഴ്സ് ഒന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ മോഡം ഇന്ന ബ്രാൻഡാണ്, എത്ര മീറ്റർ കിട്ടും, ഈ മീറ്റർ കണക്ക് നമുക്ക് ഒരിക്കലും പോസിബിൾ അല്ല. കാരണം നമ്മളൊരു ഗ്രൗണ്ടിലാണ് ആ ഒരു മോഡം വെക്കുന്നതെങ്കിൽ എൻറ്റയർ ഗ്രൗണ്ട് അത് നമുക്ക് കണക്ഷൻ കിട്ടും. അതുപോലെ തന്നെ ഒരു ഓഡിറ്റോറിയത്തിൽ വെക്കണമെങ്കിൽ എൻറ്റയർ ഓഡിറ്റോറിയം അത് കണക്ഷൻ കിട്ടും. പക്ഷേ നമ്മൾ ആ ഒരു മോഡം നമ്മുടെ വീട്ടിൽ കൊണ്ട് നോക്കുമ്പോൾ ചിലപ്പോൾ 1 റൂമോ അല്ലെങ്കിൽ 2 റൂമോ അപ്പുറം കണക്ഷൻ കിട്ടാത്തത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അതിൻ്റെ പ്രധാന കാരണം ഇതാണ്, ആ ഒരു വൈഫൈയുടെ ആ ഒരു വൈഫൈ സിഗ്നൽ ഈ ഓരോ മതിലും പെനട്രേറ്റ് ചെയ്ത് പോകുന്നതനുസരിച്ച് ഇതിൻ്റെ സിഗ്നൽ കപ്പാസിറ്റി കുറയും. ഒരു ഓപ്പൺ സ്പേസിലാണെങ്കിൽ അത്ര ദൂരം ഇത് സഞ്ചരിക്കും, ഇല്ലാത്ത പക്ഷം ഇത് സഞ്ചരിക്കുന്നത് വളരെ കുറച്ചായിരിക്കും. അപ്പോൾ ഓരോ വീടും അല്ലെങ്കിൽ ഓരോ കോംപ്ലക്സും അനുസരിച്ച് ഇതിൻ്റെ വൈഫൈ റേഞ്ച് കുറഞ്ഞും കൂടിയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു നിശ്ചിത വൈഫൈ റേഞ്ച് ഒരു മോഡത്തിനും പറയാൻ സാധിക്കില്ല. മോഡത്തിൻ്റെയൊക്കെ പുറത്ത് എഴുതിയിട്ടുണ്ടാവും 500 മീറ്റർ, 100 മീറ്റർ, 200 മീറ്റർ എന്നൊക്കെ പറഞ്ഞാൽ, പക്ഷേ അതൊന്നും നമുക്ക് അത്രയൊന്നും കിട്ടില്ല. നമ്മുടെ വീട്, നമ്മുടെ ആ ഒരു എൻവയറമെൻറ്റ് അനുസരിച്ചിരിക്കും ആ ഒരു വൈഫൈ റേഞ്ചിൻ്റെ കപ്പാസിറ്റി. അപ്പോൾ പറഞ്ഞു വന്നത് 2.4-നായിരിക്കും, അതായത് സിംഗിൾ ബാൻഡിനായിരിക്കും കൂടുതൽ റേഞ്ച് കിട്ടുന്നത്. 5Gയിലോട്ട് വരുമ്പോൾ റേഞ്ച് കുറവായിരിക്കും. അപ്പോൾ ചോദിക്കും അപ്പോൾ പിന്നെ എന്തിനാണ് 5G എടുക്കുന്നത്? പക്ഷേ 5Gയിൽ നമുക്ക് ഒരുപാട് സ്പീഡ് കിട്ടും. സിംഗിൾ ബാൻഡിനെ അപേക്ഷിച്ച് നല്ല സ്പീഡ് 5Gയിൽ വരുമ്പോൾ കിട്ടും. അതായത് ഡ്യുവൽ ബാൻഡ് മോഡത്തിലാണ് ഈ 5GHzന്റെ ഫെസിലിറ്റി ഉള്ളത്. അതുപോലെ തന്നെ ഡ്യുവൽ ബാൻഡിൽ വേറൊരു പ്രത്യേകതയും കൂടി ഉണ്ട്. 5G മാത്രമല്ല 2.4 ഉണ്ട്. അതായത് നിങ്ങൾക്ക് ഡ്യുവൽ ബാൻഡ് എടുക്കുന്നതിനുള്ള ഗുണം എന്ന് പറഞ്ഞാൽ 5Gയിൽ നമുക്ക് നല്ല സ്പീഡ് കിട്ടും. അതിന് പുറമേ തന്നെ 2.4 എക്സിസ്റ്റിംഗ് ആയി നമ്മൾ ഉപയോഗിച്ചിരുന്നത് എന്താണോ അത് 2.4-ഉം നമുക്ക് അതിനകത്ത് കിട്ടും. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത അതാണ്. അപ്പോൾ നമുക്ക് ഒരു റേഞ്ച് കൂട്ടാൻ വേണ്ടിയിട്ട്, ഇപ്പം നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന റേഞ്ചിന് കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ഒരു കസ്റ്റമർ കെയർ എക്സിക്യൂട്ടീവ് നമ്മളെ വിളിക്കുകയാണെങ്കിൽ നമ്മൾ ഡ്യുവൽ ബാൻഡിലോട്ട് പോകേണ്ട ആവശ്യമില്ല, റേഞ്ച് കൂടില്ല. എന്താണ് അവിടെ വെച്ച് കൂടുന്നത്? ഒരു 5 GHz എന്ന് പറഞ്ഞൊരു സെപ്പറേറ്റ് ബാൻഡ് വിത്തും കൂടി ഈ ഡ്യുവൽ ബാൻഡ് റൗട്ടറിൽ വരും. അപ്പോൾ അതിലൂടെ നമുക്ക് കൂടുതൽ സ്പീഡ് ലഭിക്കും. മൊബൈലിലൊക്കെ നമുക്കൊരു 150 Mbps 200 Mbps ഒക്കെ കിട്ടിയേക്കുന്നത്, അത് മൊബൈലിൽ കിട്ടണമെങ്കിൽ നമുക്കൊരു 5 GHz റൗട്ടർ തന്നെ വേണം, മോഡം തന്നെ വേണം, ONU തന്നെ വേണം. ഇല്ലാത്ത പക്ഷം നമുക്ക് ആ ഒരു അത്രയും സ്പീഡ് കിട്ടില്ല. നമുക്ക് ലാൻ വഴി, അതായത് കേബിൾ വഴി, എതർനെറ്റ് വഴി നമുക്ക് സിംഗിൾ ബാൻഡിലാണെങ്കിലും ഈ പറഞ്ഞ ഹൈ സ്പീഡ് കിട്ടും. പക്ഷേ വൈഫൈയിൽ കിട്ടണമെങ്കിൽ നമുക്ക് എന്ത് വേണം? തീർച്ചയായിട്ടും നമുക്ക് വൈഫൈയിൽ കിട്ടണമെങ്കിൽ ഡ്യുവൽ ബാൻഡ് തന്നെ വേണം, ആ ഒരു ഹൈ സ്പീഡ് കിട്ടണമെങ്കിൽ. പക്ഷേ ഡ്യുവൽ ബാൻഡ് എടുക്കേണ്ടത് ഒരിക്കലും വൈഫൈയുടെ റേഞ്ച് കൂട്ടാനാവരുത് എടുക്കേണ്ടത്,
നമുക്ക് ആ ഒരു സ്പീഡ് കൂട്ടാനായിരിക്കാം, പക്ഷേ റേഞ്ച് കൂട്ടാൻ ഒരിക്കലും ഡ്യുവൽ ബാൻഡ് റേഞ്ച് കൂട്ടാൻ വേണ്ടി ഡ്യുവൽ ബാൻഡ് ഒരിക്കലും നമ്മൾ എടുക്കരുത്. അപ്പോൾ പലയിടത്തും പലർക്കും പറ്റിയിരിക്കുന്ന ഒരു അബദ്ധമാണ് ഈ ഡ്യുവൽ ബാൻഡ് എടുത്ത് എനിക്ക് റേഞ്ച് കൂടിയില്ല, സ്പീഡ് കുറഞ്ഞു, റേഞ്ച് കുറയുകയാണ് ചെയ്തതെന്ന്. കാരണം വെച്ചാൽ ഡ്യുവൽ ബാൻഡ് എടുക്കുമ്പോൾ കൂടുതലും ഈ ഒരു 5G ആർട്സ് കാണുമ്പോൾ 5G ആർട്സിൽ കണക്ട് ചെയ്യും. 5G ആർട്സിൽ കണക്ട് ചെയ്യുമ്പോൾ എന്ത് പറ്റും, നോർമലി 2.4 ഉപേക്ഷിക്കും. അവർ ഈ നിലവിൽ കിട്ടിയിരുന്ന റേഞ്ച് പോലും ഇപ്പോൾ കിട്ടില്ല. അപ്പം ഓൾറെഡി ഉള്ള കസ്റ്റമേഴ്സ് പറയും എനിക്ക് കിട്ടിയിരുന്ന റേഞ്ച് പോലും കിട്ടുന്നില്ല എന്ന് പറയും. അതിൻ്റെ കാരണം അതാണ്, ഡുവൽ ബാൻഡ് ഒരിക്കലും വൈഫൈ റേഞ്ച് കൂട്ടാനുള്ളതല്ല, സ്പീഡ് കൂട്ടാനുള്ളതാണ്. 2 ബാൻഡ് വിത്ത് ഉണ്ടാവും, നല്ലത് തന്നെയാണ്. തീർച്ചയായിട്ടും നിങ്ങളൊരു കോൾ വരുന്നുണ്ടെങ്കിൽ ഈ ഒരു റേറ്റിനൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഡ്യുവൽ ബാൻഡിൻ്റെ അപ്ഗ്രേഡ് ചെയ്യിക്കുക. പക്ഷേ ഇതാണ് അതിൻ്റെ യൂസ് എന്ന് അറിഞ്ഞിരിക്കുക.